فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഇന്നലെ നമ്മൾ മൂന്നാമത്തെ മസ്അലയെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ മൂന്നാമത്തെ മസ്അലയിൽ മബ്ദഉൽ വലാഇ വൽ ബറാ, വലാഇന്റെയും ബറാഇന്റെയും തത്വങ്ങളെ സംബന്ധിച്ചാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസ്സാലിസത്തു അന്ന മൻ അത്വാഅ അർ-റസൂല വവഹദ അല്ലാഹ് ലാ യജൂസു ലഹു മുവാലാത്തു മൻ ഹാദ്ദ അല്ലാഹ വറസൂലഹു വലൗ കാന അഖ്റബ ഖരീബ്. والدليل قوله تعالى: لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. ഇതാണ് മൂന്നാമത്തെ മസലയായി മുസന്നിഫ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും മുഹാദ്ദത്ത് കാണിക്കുന്ന, അഥവാ ശത്രുതയും എതിർപ്പും വിയോജിപ്പും കാണിക്കുന്ന ഒരു വ്യക്തി അയാളോട് മുവാലാത്ത് കാണിക്കാൻ, സ്നേഹവും അടുപ്പവും കാണിക്കാൻ പാടുള്ളതല്ല. വലൗ കാന അഖ്റബ ഖരീബ്, അയാൾ എത്രമാത്രം അടുത്ത ബന്ധുവായിരുന്നാൽ പോലും. വദ്ദലീലു ഖൗലുഹു തആല, അതിലേക്ക് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള തെളിവ് അള്ളാഹുവിന്റെ വചനമാണ്. സൂറത്തുൽ മുജാദലയിലെ 22-ാമത്തെ വചനം, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ
അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ നീ കാണുകയില്ല. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുതയും വിയോജിപ്പും മാത്സര്യവും കാണിക്കുന്ന ഒരാളോട് സ്നേഹബന്ധം പുലർത്തുന്നതായി അവരെ നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. വലൗ കാനൂ ആബാഅഹും, അള്ളാഹുവിനോടും റസൂലിനോടും മുഹാദ്ദത്ത് കാണിക്കുന്ന വിയോജിപ്പും അതുപോലെ തന്നെ എതിർപ്പും മാത്സര്യവും കാണിക്കുന്ന ആ വ്യക്തി, അത് പിതാക്കളോ അല്ലെങ്കിൽ മക്കളോ ഔ ഇഖ്വാനഹും ഔ അശീറത്തഹും, അല്ലെങ്കിൽ സഹോദരന്മാരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ആരായിരുന്നാൽ പോലും അവരോട് മുവാലാത്ത് കാണിക്കുകയില്ല. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അത്തരക്കാരുടെ ഹൃദയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഅയ്യദഹും ബിറൂഹിൻ മിൻ, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ പിന്തുണ നൽകിയിട്ടുള്ളത്. ബിറൂഹിൻ മിൻ, അവന്റെ ഭാഗത്തു നിന്നുള്ള അവങ്കൽ നിന്നുള്ള ഒരു പ്രത്യേക ചൈതന്യം കൊണ്ട്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, അത്തരക്കാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളിൽ, സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ശാശ്വതരായി അവരെ വസിക്കാൻ വിട്ടേക്കുകയും ചെയ്യുന്നത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ ഏറെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരല്ലാഹുവിനെയും വളരെയധികം തൃപ്തിപ്പെട്ടിട്ടുള്ളവരാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ കക്ഷിയാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അറിയുക നിശ്ചയമായും അല്ലാഹുവിന്റെ കക്ഷി അവരാണ് വിജയിക്കുന്ന ആളുകൾ. ദുനിയാവിലും പരലോകത്തിലും ആത്യന്തികമായ വിജയം നേടുന്നത് അവരാണ്. ഈ മൂന്നാമത്തെ മസ്അല, അത് ആണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് വലാ, എന്താണ് ബറാ എന്ന കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു. വലാ വൽ ബറാ അസ്ലുൻ അളീം ജാഅത് ഫീഹി നുസൂസുൻ കസീറ, ദീനിലെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ് വലാഉം ബറാഉം. വലാഇനെ സംബന്ധിച്ചും ബറാഇനെ സംബന്ധിച്ചും ഒരുപാട് നുസൂസുകൾ വന്നിരിക്കുന്നു. ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലുമായി വന്നിരിക്കുന്നു. എന്താണ് വലാ? ലുഗതൻ അൽ വല്യു വഹുവൽ ഖുർബു. വലാ എന്നുള്ളത് അൽ വല്യു എന്നതിൽ നിന്നാണ് ആ പദം. അതിന്റെ അർത്ഥം അടുപ്പം അല്ലെങ്കിൽ സാമീപ്യം എന്നതാണ്. ഒരാൾ ഒരു വ്യക്തിയെ തന്റെ മനസ്സു തുറന്ന് സ്നേഹിക്കുകയും വളരെയധികം അടുപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്താൽ അയാൾക്ക് വലാ കാണിച്ചു, അദ്ദേഹത്തോട് വലാ പുലർത്തി എന്ന് പറയാം. വശർഅൻ, ശർഇന്റെ കാഴ്ചപ്പാടിൽ വലാ എന്ന് പറയുന്നത് അൽ ഹുബ്ബു വന്നുസ്റത്തു ലില്ലാഹി വലിറസൂലിഹി വലിദീനിഹി വലിൽ മുസ്ലിമീൻ. ഹുബ്ബ് കാണിക്കണം, നല്ല സ്നേഹം കാണിക്കണം. വന്നുസ്റത്തു, എല്ലാവിധ സഹായവും പിന്തുണയും നൽകണം. ലില്ലാഹ്, അള്ളാഹുവിന്, അള്ളാഹുവിന്റെ കാര്യങ്ങൾക്ക്. വലിറസൂലിഹി, അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ള അവന്റെ ദൂതനോട്. വലിദീനിഹി, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ദീനിനോട്. വലിൽ മുസ്ലിമീൻ, ആ ദീനനുസരിക്കുന്ന മുസ്ലിങ്ങളോട്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ദീനിനോടും ആ ദീനിന്റെ അനുയായികളോടും അങ്ങേയറ്റത്തെ സ്നേഹവും അതുപോലെ തന്നെ പിന്തുണയും കാണിക്കുക. ഇതാണ് വലാ. എന്നാൽ അൽ ബറാഉ നിദ്ദുഹു, അതിനു നേരെ വിപരീതമായ ആശയമാണ് ബറാ. വഹുവ തബാഉദു വത്തനസ്സുഹു. ബറാ എന്ന് പറഞ്ഞാൽ അകന്നു നിൽക്കുക, ബന്ധം പറ്റെ ഒഴിവാക്കുക, ബന്ധവിച്ഛേദം കാണിക്കുക. വത്തനസ്സുഹ്, ആരോടാണോ ബറാഅത്ത് കാണിക്കുന്നത് അവരിൽ നിന്ന് തീർത്തും ഒഴിവാകുക, അവരിൽ നിന്ന് മുക്തമാകുക. വശർഅൻ, ശറഅന്റെ വീക്ഷണത്തിൽ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ, ബറാ എന്ന് പറഞ്ഞാൽ അൽ കുഫ്റു വൽ ബുഗ്ളു ബിത്തവാഗീത്ത്, താഗൂത്തുകളിൽ അവിശ്വസിക്കുകയും താഗൂത്തുകളോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിനു പുറമെ ആരാധിക്കപ്പെടുന്ന വ്യാജ ദൈവങ്ങൾക്കാണ് ത്വാഗൂത്ത് എന്ന് പറയുന്നത്. മാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന വ്യാജ ദൈവങ്ങൾ അവർക്കാണ് ത്വാഗൂത്ത് എന്ന് പറയുന്നത്. അത്തരം ത്വാഗൂത്തുകളിൽ അവിശ്വസിക്കുകയും അവയോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുക. ത്വാഗൂത്തുകളോട് മാത്രമല്ല, വജമീഇ മിലലിൽ കുഫ്ർ, കുഫറിന്റെ എല്ലാ പ്രസ്ഥാനങ്ങളോടും, കുഫറിന്റെ എല്ലാ മതങ്ങളോടും, അവിശ്വാസത്തിന്റെ എല്ലാ മതങ്ങളും, അവിശ്വാസത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളും വ്യത്യസ്ത ഭേദങ്ങളുമാകുന്ന മുഴുവൻ മതങ്ങളോടും വെറുപ്പ് കാണിക്കുക, അകന്നു നിൽക്കുക. അതുപോലെ തന്നെ വാത്ബാഇഹി, അത്തരം അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന വ്യാജദൈവങ്ങൾ, ആ വ്യാജദൈവങ്ങൾക്ക് വേണ്ടി ആരാധന നടത്തുന്ന തെറ്റായ മതങ്ങൾ, ആ മതത്തിന്റെ അനുയായികൾ, അവരോടൊക്കെ തന്നെ അകലം കാണിക്കുകയും ബന്ധം വിച്ഛേദിക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുക. വൽബുഅദു അൻഹും, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. വമുആദാതുഹും, അവരോട് ശത്രുത പുലർത്തുക എന്നുള്ളതാണ്. ഇതാണ് ബറാഅത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം തുറന്ന് പൂർണ്ണമായി തന്നിലേക്ക് അടുപ്പിച്ച് സ്നേഹവും സൗഹൃദവും കാണിച്ച് എല്ലാവിധ സ്നേഹവും പിന്തുണയും നൽകാൻ ആരോടെ പാടുള്ളൂ, ആ കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അങ്ങനെ വലാഇ കാണിക്കാൻ പാടില്ലാത്തവർ ഖുർആനിൽ അള്ളാഹു എണ്ണിപ്പറഞ്ഞിട്ടുള്ളത് ഒന്ന് അൽ കുഫാറ വൽ മുശ്രിക്കീൻ, കാഫിറുകളോടും മുശ്രിക്കുകളോടും വലാഇ പുലർത്താൻ പാടില്ല. കാഫിറുകളോടും മുശ്രിക്കുകളോടും വലാഇ പുലർത്താൻ പാടില്ല. രണ്ടാമത്തേത് അഹ്ലുൽ കിതാബ് അൽ യഹൂദ വൻ നസ്വാറ, മുൻകാല വേദത്തിന്റെ ഉടമകളായ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളോട് വലാഇ പുലർത്താൻ പാടില്ല. മൂന്നാമത്തേത് അല്ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബൻ, നിങ്ങളുടെ ദീനിനെ പരിഹാസപാത്രമാക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് വലാഇ പുലർത്താൻ പാടില്ല. നാലാമത്തേത് അല്ലദീന ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ, ഈമാനിനെ വിട്ട് കുഫറിനെ ഇഷ്ടപ്പെട്ട ആളുകൾ, ഈമാൻ ത്യജിക്കുകയും പകരം കുഫറിനെ വരിക്കുകയും അവിശ്വാസം വരിക്കുകയും ചെയ്ത ആളുകൾ, അവരോട് വലാഇ പുലർത്താൻ പാടില്ല. ഈ 4 വിഭാഗങ്ങളോട് വലാഇ പുലർത്താൻ ഒരു മുസ്ലിമിന് പാടില്ല എന്നും അവരോട് ബറാഅത്ത് രേഖപ്പെടുത്തുകയും അവരിൽ നിന്ന് ബറാഅത്ത് കാണിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദൂ ബിത്വാനതൻ മിൻ ദൂനിക്കും, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, ബിത്വാനതൻ, നിങ്ങളുടെ ഉള്ളറിയുന്ന ഉറ്റമിത്രങ്ങളായി. ബിത്വാനത്ത് ഉള്ളറിയുന്ന ഉറ്റമിത്രത്തിനാണ് ബിത്വാനത്ത് എന്ന് പറയുന്നത്. മിൻ ദൂനിക്കും, അങ്ങനെ നിങ്ങൾ മനസ്സ് തുറന്ന് എല്ലാ കാര്യവും പങ്കുവച്ച് അടുപ്പിച്ച് പൂർണ്ണമായ സ്നേഹവും പിന്തുണയും നൽകുന്ന ഉച്ചമിത്രം, ഉള്ളറിയുന്ന ഉച്ചമിത്രം, മിൻ ദൂനിക്കും, നിങ്ങളല്ലാത്ത, മുസ്ലിങ്ങളല്ലാത്ത, മുഅ്മിനീങ്ങളല്ലാത്ത മറ്റാരെയും നിങ്ങൾ ബിത്വാനത്തായി സ്വീകരിക്കരുത്. കാരണം ലാ യഅലൂനകും ഖബാലൻ, അവർ നിങ്ങൾക്ക്, ലാ യഅലൂനകും, അവർ കുറവ് വരുത്തില്ല, ഖബാലൻ, ഒരു നാശവും, ഏതെങ്കിലും തരത്തിലൊരു നാശം നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ അത് വരുത്തുന്നവരാണവർ. വദ്ദു മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാനാണ് അവരാഗ്രഹിക്കുന്നത്. ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായിലൂടെ അവർക്ക് നിങ്ങളോടുള്ള വൈരാഗ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, പുറത്തു വന്നിരിക്കുന്നു. അവരുടെ നാവിലൂടെ നിങ്ങളോട് അവർക്കുള്ള വൈരാഗ്യം അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, എന്നാൽ അവരുടെ മനസ്സുകളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്ന വൈരാഗ്യം പുറത്തവർ പ്രകടിപ്പിച്ചതിനേക്കാളും എത്രയോ വലുതാണ്. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാത്ത്, നിങ്ങൾക്ക് ഈ വചനങ്ങൾ നാം വിവരിച്ചു തന്നിരിക്കുന്നത് ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുമല്ലോ, അതിനു വേണ്ടിയാണ്. ഇവിടെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വലാഇ ബറാഇ എന്ന് പറയുന്ന വിഷയം സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്തു കൊള്ളണം.
മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് വലാ ആണ് അവർക്ക് നൽകാൻ പാടില്ലാത്തത്. അവിടെ തന്നെയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ പറയുമ്പോൾ 4 കാറ്റഗറി ഞാനിവിടെ നമ്പറിട്ട് കൊടുത്തു. ആ 4 കാറ്റഗറിയിൽ പെടാത്തവരെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയും ശ്രമിക്കരുത്. ആ 4 കാറ്റഗറി: 1 അൽ കുഫാർ വൽ മുശ്രികൂൻ, 2 അഹ്ലുൽ കിതാബ് അൽ യഹൂദ് വൻ നസ്വാറ, 3 അല്ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബൻ, നിങ്ങളുടെ ദീനിനെ പരിഹാസപാത്രമാക്കിയിട്ടുള്ള ആളുകൾ, അവർ കുഫാറുകളാണ്. അല്ലദീന ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ, ഈമാനിനെ വിട്ട് ഈമാനിനെ ത്യജിച്ച് കുഫറിനെ അവർ ഇഷ്ടപ്പെടുകയും വരിക്കുകയും ചെയ്ത ആളുകൾ, അവരും കുഫാറുകളാണ്. യാതൊരു കാരണവശാലും തെറ്റുകൾ ചെയ്തു പോയിട്ടുള്ള, മഅസിയത്തുകൾ ചെയ്തു പോയിട്ടുള്ള, ന്യൂനതകളുള്ള ഒരു മുസ്ലിമിനെ, ആ മുസ്ലിമിന് യാതൊരു തരത്തിലുള്ള വലാവും കാണിക്കാൻ പാടില്ല. പൂർണ്ണമായ ബറാഅത്ത് അയാളോട് കാണിക്കണം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞ 4 കാറ്റഗറിയും ഇസ്ലാമിന് പുറത്തുള്ളവരാണ്. എന്നാൽ മുസ്ലിമായ ഒരു മനുഷ്യനോട് കാണിക്കേണ്ടത് വലാ ആണ്. അയാളിൽ വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകൾക്കനുസൃതമായി വലാ കുറയുമെന്നല്ലാതെ തീർത്തും വലാ ഉപേക്ഷിക്കുകയും ബറാഅത്ത് രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഒരു മുസ്ലിമിനെ കുറിച്ച് പറയാൻ പാടില്ല. ഇവിടെ പൂർണ്ണമായ ബറാഅത്തുൻ കുല്ലിയ്യ, അത് രേഖപ്പെടുത്തേണ്ടത് ഈ 4 കാറ്റഗറികൾ 4ഉം കുഫാറുകളും മുശ്രിക്കുകളുമായിട്ടുള്ളവരാണ്. പക്ഷേ അവരുടെ സ്വഭാവങ്ങൾ, അത് കാറ്റഗറി തിരിച്ചിരിക്കുന്നത് അവരുടെ സ്വഭാവങ്ങൾ വെച്ചാണ്. 1 അൽ കുഫാർ വൽ മുശ്രികൂൻ, കുഫാറുകളും മുശ്രിക്കുകളുമാണ്. 2 അഹ്ലു കിതാബിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരും കുഫാറുകളാണ്, മുശ്രിക്കുകളാണ്. 3 അല്ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബ, അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുകയും അതിനെ തമാശയായി കാണുകയും ചെയ്യുന്ന കുഫാറുകളാണ്. അതവരുടെ ഒരു മെയിൻ ഫീച്ചറാണ്. പക്ഷെ അവർ കുഫാറുകളാണ്. 4-മത്തേത് അല്ലദീന ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ, ഈമാനിനെ പരിത്യജിക്കുകയും മറിച്ച് കുഫറിനെ അവർ ഉൾക്കൊള്ളുകയും അത് തെരഞ്ഞെടുക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾ, അവരും കുഫറാണ്, കാഫിരീങ്ങളാണ്. എന്നല്ലാതെ മഅസിയത്തുകൾ ചെയ്തു പോയിട്ടുള്ള ഒരു മുസ്ലിം, അയാൾ ഇപ്പോഴും ഇസ്ലാമിന്റെ വൃത്തത്തിനകത്തു തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ബറാഅത്തുൻ കുല്ലിയ്യ, പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കുവാനോ അയാൾക്ക് വലായിൽ നിന്ന് ഒന്നും നൽകില്ല എന്ന് പറയാനോ നമുക്ക് പാടുള്ളതല്ല. ഒന്ന്, ഈ കാര്യം ശ്രദ്ധയിലുണ്ടാവണം. 2-മത്തെ കാര്യം, ഇനി ഈ 4 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകാൻ പാടില്ലാത്തത് എന്താണ്? അവർക്ക് നൽകാൻ പാടില്ലാത്തത് വലാ ആണ് നൽകാൻ പാടില്ലാത്തത്. അവരുമായിട്ട് യാതൊരു തരത്തിലും സഹവസിക്കാൻ പാടില്ല എന്നോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നന്മകൾ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നോ അവരുമായി ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ നടത്താൻ പാടില്ല എന്നോ ഒന്നും ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ അള്ളാഹു വിലക്കുന്നില്ല. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. ദീനിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്ത, നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിട്ടില്ലാത്ത ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, അവരോട് നന്മയിൽ വർത്തിക്കുന്നത് അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല. മറിച്ച് അവരോട് നിങ്ങൾ നീതിപൂർവകമായി പെരുമാറിക്കൊള്ളണം. അള്ളാഹു നീതിമാന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ലാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു വിലക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്ത ആളുകൾ, അഥവാ ഏതൊരു അവിശ്വാസികളുമായി നിങ്ങൾ സമാധാന ഉടമ്പടിയിലാണോ ആ അവിശ്വാസികളുടെ കാര്യം. യുദ്ധാവസ്ഥ നിലനിൽക്കുമ്പോഴുള്ള കാര്യം മറ്റൊന്ന്, യുദ്ധാവസ്ഥ നിലനിൽക്കാത്ത, ഉടമ്പടി നിലനിൽക്കുന്ന വിശ്വാസികൾ, അൻതബറൂഹും, അവർക്ക് ഭൗതികമായ നന്മകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. വതുഖ്സിതു ഇലൈഹിം,
അവരോട് നിങ്ങൾ നീതിയിൽ വർത്തിക്കുന്നതിനും അല്ലാഹു നിങ്ങളെ വിലക്കുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, മറിച്ച് അവരോട് നീതിയിൽ വർത്തിക്കണം. നീതിമാന്മാരെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറിച്ച് അവർക്ക് നൽകാൻ പാടില്ലെന്ന് പറഞ്ഞത് വല ആണ്. വല എന്ന് പറഞ്ഞാൽ ഞാൻ പല തവണ ആവർത്തിച്ചു, നമ്മുടെ മനസ്സ് പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നു, അവരെ പൂർണ്ണമായും നമ്മൾ അടുപ്പിക്കുന്നു, അവർക്ക് തികഞ്ഞ സ്നേഹം നമ്മൾ നൽകുന്നു, അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു, അവരെ നമ്മൾ വിദ്വാനത്തായി ഉള്ളറിയുന്ന ഉച്ചമിത്രങ്ങളായി സ്വീകരിക്കുന്നു. ഇത് പാടില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നിങ്ങളോട് കടുത്ത വൈരാഗ്യമാണുള്ളത്. അവർക്ക് നിങ്ങളോടുള്ള ആ വൈരാഗ്യം ചിലപ്പോഴൊക്കെ അവരുടെ നാവിലൂടെ പ്രകടമാകാറുണ്ട്. എന്നാൽ അവരുടെ മനസ്സിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് അതിനേക്കാളും എത്രയോ വലുതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. അതിനാൽ വലാ നൽകാൻ, ഈ പറഞ്ഞ പൂർണ്ണമായ ബന്ധം, വലാഇന്റെ ബന്ധം നിങ്ങൾക്ക് നൽകാൻ പാടുള്ളത് നിങ്ങളിൽപ്പെട്ട ആളുകളോട് മാത്രമാണ്. ലാ തത്തഖിദു ബിസാനതൻ, ഉള്ളറിയുന്ന ഉച്ചമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത്. മിൻ ദൂനിക്കും, നിങ്ങളിൽപ്പെടാത്ത ആരെയും. കാരണം ലാ യഅലൂനകും ഖബാല, യാതൊരു തരത്തിലുള്ള നാശങ്ങളും അവർ നിങ്ങൾക്ക് കുറവ് വരുത്തില്ല. മറിച്ച് ധാരാളം നാശങ്ങൾ അവർ നിങ്ങൾക്ക് വരുത്തുക തന്നെ ചെയ്യും. ധാരാളം നാശങ്ങൾ അവർ നിങ്ങൾക്ക് വരുത്തുക തന്നെ ചെയ്യും. വദ്ദു മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത്, നിങ്ങൾ പ്രയാസപ്പെട്ട് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ നാവിലൂടെ എല്ലാവിധ വൈരാഗ്യങ്ങളും പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മനസ്സിലുള്ളത് അതിനേക്കാളും വലുതാണ്. ഇത് നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇനി ഈ ദീനിന്റെ പേരിലുള്ള ബന്ധം മറ്റുള്ള എല്ലാ ബന്ധങ്ങളെയും മറികടക്കുമെന്നും അതിജയിക്കുമെന്നുള്ളതുമാണ് സത്യം. ഒരാൾ മുസ്ലിമാണ്, അയാളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അയാളുടെ മക്കളോ അല്ലെങ്കിൽ അയാളുടെ സഹോദരന്മാരോ അമുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ഈ മുസ്ലിമിനോട് മുസ്ലിമായി എന്നതിന്റെ പേരിൽ മാത്രം മറ്റെല്ലാ പരിഗണനകളും അവരവസാനിപ്പിക്കുന്നു. അവർക്ക് ശത്രുതയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ എത്ര എന്ത് തന്നെയാണെങ്കിലും ശരി, അവരിങ്ങോട്ട് ശത്രുത കാണിക്കുമെന്ന കാര്യം ഉൾക്കൊണ്ട് അവരോട് നീതിയിൽ വർത്തിക്കണം. അവരോട് അങ്ങോട്ട് അനീതിയൊന്നും ചെയ്യരുത്, നീതിയിൽ വർത്തിക്കണം. അവർ നിങ്ങളോട് ശത്രുത കാണിക്കാത്ത, യുദ്ധം നടത്താത്ത ആളുകളാണ്, അവരും നിങ്ങളും തമ്മിൽ സമാധാനപരമായ ബന്ധം നിലനിൽക്കുന്നുവെങ്കിൽ അവർക്ക് നിങ്ങൾ നന്മ നൽകുകയും ചെയ്യണം. അവർക്ക് നിങ്ങളാൽ കഴിയുന്ന ബിർറുകൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതുമാണ് അള്ളാഹു പറഞ്ഞത്. തുടർന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണൂ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദു ആബാഅക്കും വ ഇഖ്വാനക്കും ഔലിയാ, നിങ്ങളുടെ പിതാക്കളെയോ നിങ്ങളുടെ സഹോദരന്മാരെയോ നിങ്ങൾ ഉച്ചബന്ധുക്കൾ, രക്ഷാധികാരികൾ ആയി കണക്കാക്കരുത്. നിങ്ങളുടെ ഉച്ചബന്ധു, നിങ്ങളുടെ ഉച്ചരക്ഷാധികാരി എന്ന നിലക്ക് പിതാവാണെങ്കിലും ശരി സഹോദരനാണെങ്കിലും ശരി അവരെ നിങ്ങൾ കാണേണ്ടതില്ല. ഇനിസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ, ഈമാൻ പരിത്യജിച്ച് കുഫറിനെ അവർ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ, കാരണം അവർ ഈമാൻ പരിത്യജിക്കുകയും കുഫറിനെ അവർ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം മാറി. നിങ്ങൾ വിഷമിക്കുന്നത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. യാതൊരു തരത്തിലുള്ള നാശവും നിങ്ങൾക്ക് വരുന്നത് അവർ കുറവ് വരുത്തില്ല. എല്ലാവിധ നാശവും നിങ്ങളുടെ മേൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കും. അതിനാൽ വമൻ യതവല്ലഹും മിൻകും ഫഉലൈക ഹുമുൽ ളാലിമൂൻ, നിങ്ങളുടെ പിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരോ ഈമാൻ ത്യജിക്കുകയും അവിശ്വാസം വരുത്തുകയും ചെയ്തുവെങ്കിൽ അവരെ നിങ്ങൾ ഉച്ചബന്ധുക്കളായി രക്ഷാധികാരികളായി കാണരുത്. ആരെങ്കിലും അവരെ ഉച്ചബന്ധുക്കളായി രക്ഷാധികാരികളായി സ്വീകരിക്കുന്ന പക്ഷം ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവര് വലിയ അക്രമികൾ തന്നെയാകുന്നു. ഖുൽ, നബിയെ അവരോട് പറഞ്ഞേക്കണം, ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കളോ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കളോ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാരോ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളോ, വ അശീറത്തുക്കും, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ, വ അംവാലുൻ ഇഖ്തറഫ്തുമുഹ, നിങ്ങൾ പണിപ്പെട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പാദ്യ വസ്തുക്കളോ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ,
നിങ്ങൾ നഷ്ടപ്പെടുമോ, ഛേദം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടമോ, വമസാകിനു തർലൂനഹ, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകളോ ഭവനങ്ങളോ, ഇവയൊക്കെയാണ് അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരമെങ്കിൽ, മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരം നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, നിങ്ങളുടെ സമ്പത്തുക്കൾ, നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങളുടെ വീടുകൾ, ഇതൊക്കെയാണ് അതിനൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹു അവന്റെ കൽപ്പന ഇറക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുക, കൽപ്പനയുമായി അവൻ വരുന്നത് നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു അധർമ്മകാരികളായ ആളുകളെ നേർവഴിയിൽ ചേർക്കുകയില്ല. അപ്പൊ ഇതിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളിപ്പോൾ സലാസത്തുൽ ഉസൂലിന്റെ മത്നിലൂടെ പോവുകയാണ്. അതിൽ 3 മസ്അലകൾ പ്രത്യേകമായി പഠിക്കുകയും അത് അമല് ചെയ്യുകയും ചെയ്യേണ്ടത് ഓരോ മുഅ്മിനിന്റെയും ഓരോ മുഅ്മിനത്തിന്റെയും കടമയാണ് എന്ന് മുസന്നിഫ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അത് ആ പറഞ്ഞിട്ടുള്ള ആ 3 മസ്അലകൾ അത് മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അത് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരു മസ്അല മാത്രമാണ് അൽ വലാഉ വൽ ബറാഉ. ഈ മസ്അല വിശദമായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അതിന്റെ വിശദാംശങ്ങളോട് കൂടി തെളിവുകൾ സഹിതം ഗ്രഹിക്കുന്നത് വരെ അതിനെ തെറ്റായി മനസ്സിലാക്കി തെറ്റായ രൂപത്തിൽ അത് നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. മുസ്ലിങ്ങളായ ആളുകളിൽപ്പെട്ട ചില തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ മുസ്ലിങ്ങൾ തന്നെയാണ്. അത്തരക്കാരോട് പൂർണ്ണമായ ബറാഅത്ത് രേഖപ്പെടുത്തുന്ന ആ തീവ്രതയിലേക്ക് നിങ്ങൾ പോകരുത്. അതേപോലെ തന്നെ അമുസ്ലിങ്ങളോട്, അവരുമായി സന്ധി നിലനിൽക്കുന്ന, സമാധാന ബന്ധം നിലനിൽക്കുന്ന അമുസ്ലിങ്ങളോട് ഒരു സഹവാസവും പാടില്ല, ഒരിടപാടും പാടില്ല, അവരോട് നീതി കാണിക്കാൻ പാടില്ല, അവർക്കൊരു നന്മയും ചെയ്യാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അവർക്ക് നിങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞത് മുവാലാത്താണ്, വലാ ആണ്. വലാ എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ നടത്തുന്ന അത്തആമുൽ, പരസ്പരമുള്ള സഹവർത്തിത്വം, അത് വലാ അല്ല. അതുപോലെ തന്നെ അവരുമായിട്ട് ചിലപ്പോൾ നമ്മൾ നടത്തുന്ന ചില പ്രത്യേകമായ സഹവാസങ്ങളുണ്ട്. ഇപ്പൊ മാതാപിതാക്കൾ അവർ അമുസ്ലിങ്ങളാണ് എങ്കിൽ ആ മാതാപിതാക്കളോട് വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സഹവസിക്കണമെന്ന് മുസ്ലിങ്ങളായ അവരുടെ മക്കൾക്ക് ഖുർആനിൽ അല്ലാഹു നൽകിയ ഉപദേശമാണ്. ഒരാൾ മുസ്ലിമായി, അയാളുടെ മാതാപിതാക്കൾ ഇപ്പോഴും അമുസ്ലിങ്ങളാണ്. അതുകൊണ്ട് എനിക്കവരോട് വലാഉ പാടില്ല. ശരി, വലാഉ പാടില്ല എന്നത് സത്യം. പക്ഷേ ഭൗതികമായ കാര്യത്തിൽ നല്ല നിലയിൽ സഹവസിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? അല്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിന്റെ കാര്യത്തിൽ അവരോട് നല്ല നിലയിൽ സഹവസിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളും അമുസ്ലിങ്ങളുമായി ഒരു യുദ്ധാവസ്ഥ നിലനിൽക്കുന്നില്ല, സമാധാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന അത്തരം അമുസ്ലിങ്ങളാണെങ്കിൽ അവരുമായി ഭൗതികമായ കാര്യങ്ങളിൽ ഇടപാട് അത് നിങ്ങൾക്ക് നടത്താവുന്നതാണ്, ഒരു പ്രയാസവുമില്ല. അവരുമായി നിങ്ങൾക്ക് സഹവസിക്കാവുന്നതാണ്, ഒരു പ്രയാസവുമില്ല. അവർക്ക് നിങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കാവുന്നതാണ്, ഒരു പ്രയാസവുമില്ല. അവരോട് നീതിയിലല്ലാതെ വർത്തിക്കാൻ പാടില്ല, നീതിയോടുകൂടി വർത്തിക്കണം. നീതിമാന്മാരെ മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് പ്രവേശിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഈ വിഷയത്തെ തെറ്റായി ഗ്രഹിക്കുകയോ അതിനെ തെറ്റായ രൂപത്തിൽ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയോ ചെയ്യരുത് എന്ന് ഞാൻ മുൻകൂട്ടി നിങ്ങളെ ഉണർത്തുകയാണ്. ഇനി ആ 3 മസ്അലകൾ ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ മസ്അല, അന്നല്ലാഹ ഖലഖനാ വറസഖനാ വലം യത്റുക്നാ ഹമല ബൽ അർസല ഇലൈനാ റസൂല ഫമൻ അതാഅഹു ദഖലൽ ജന്ന വമൻ അസാഹു ദഖലൻ നാർ. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും നൽകിയത്.
അവൻ നമ്മെ സൃഷ്ടിച്ച് വൃഥാ വിട്ടേച്ചിരിക്കുകയല്ല, മറിച്ച് നമ്മിലേക്ക് അവൻ ഒരു ദൂതനെ അയച്ചു തന്നിട്ടുണ്ട്. ആ ദൂതനെ ആർ അനുസരിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ആരാണ് ആ ദൂതനെ ധിക്കരിക്കുന്നത് അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഈ മസ്സല ശരിക്കും അറിഞ്ഞ് അത് പ്രാവർത്തികമാക്കേണ്ട രൂപത്തിൽ അത് ജീവിതത്തിന്റെ തലങ്ങളിൽ പ്രാവർത്തികമാക്കുക ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും വുജൂബായ കാര്യമാണ്. രണ്ടാമത്തെ മസ്സല അന്നല്ലാഹു ലാ യർള അൻ യുശ്റക മഅഹു അഹദുൻ ഫി ഇബാദത്തിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂടെ ഒരാളെയും ആരാധനയുടെ കാര്യത്തിൽ പങ്കുചേർക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ പൊരുത്തപ്പെടുന്നില്ല, അവൻ അത് പൊറുക്കുകയില്ല. ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസൽ. അല്ലാഹുവിന് ഏറെ സമീപസ്ഥനായ ഒരു മലക്കിനെ പോലും അല്ലെങ്കിൽ അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത് ദൂതനായി നിയോഗിച്ചയച്ചിട്ടുള്ള ഒരു നബിയെപ്പോലും ആരാധന നൽകി അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടില്ല, പൊരുത്തപ്പെടില്ല, അള്ളാഹു അത് പൊറുക്കില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കുകയും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ജീവിതം ഏറ്റവും വലിയ പരാജയത്തിലായി പോകും. അത് പ്രത്യേകം സൂക്ഷിച്ച് അത് അമല് ചെയ്യുക എന്നത് യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും അത് നിർബന്ധമാണ്. അത് ഈ പറഞ്ഞ രണ്ടാമത്തെ മസലയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തേത് അന്നമൻ അത്വഅ റസൂൽ വവഹദ അല്ലാഹ് ലാ യജൂസു ലഹു മുവാലാത്തു മൻ ഹാജ്ജ അല്ലാഹ വറസൂല. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത കാണിക്കുകയും എതിര് കാണിക്കുകയും മത്സര്യം കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് നിങ്ങൾക്ക് വലാ പുലർത്താൻ പാടില്ല. മനസ്സ് തുറന്ന് പൂർണ്ണമായി അവരെ മനസ്സിലേക്ക് കയറ്റിയിരുത്താൻ പാടില്ല. അവരെ ഏറ്റവും അധികം അടുപ്പിച്ച് അവർക്ക് പൂർണ്ണമായ സ്നേഹം കൊടുത്ത് എല്ലാവിധ പിന്തുണയും കൊടുത്ത് പൂർണ്ണമായ വല ഉച്ചമിത്രങ്ങളായിട്ട് വിദ്വാന ഉള്ളറിയുന്ന ഉച്ചമിത്രങ്ങളായിട്ട് അവരെ സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് അവരുമായിട്ട് ഒരകലം അനിവാര്യമാണ്. ആ അകലം ഒരു കാരണവശാലും ഭൗതികമായ ഇടപാടുകൾക്കോ നല്ല നിലയിലുള്ള സഹവാസത്തിനോ അതല്ലെങ്കിൽ സമാധാനപരമായ അവസ്ഥയിൽ കഴിച്ചുകൂട്ടുന്ന മുസ്ലിങ്ങൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരോട് നീതിയിൽ പെരുമാറുന്നതിനോ ഇതെതിരല്ല. മറിച്ച് അവരോട് നല്ല നിലയിൽ പെരുമാറണം, അവരോട് നല്ല നിലയിൽ സഹവസിക്കണം, ഭൗതികമായ കാര്യത്തിൽ അവരോട് ഇടപാട് നടത്തണം, അവർക്ക് ബിർറുകൾ ചെയ്തു കൊടുക്കണം. ഇതൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകിച്ച് ഒന്നുകൂടെ ഞാൻ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദിൽ റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരാടിനെ അറുത്തു. അതിന്റെ മാംസമൊക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോൾ തന്റെ പരിചാരകനോട് പറഞ്ഞു, നീ അദ്ദേഹത്തിന് മാംസം കൊടുത്തോ നമ്മുടെ അയൽവാസിക്ക്. അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു ജൂതനായിരുന്നു. ആദ്യം അതിൽ നിന്നുള്ള മാംസം തന്റെ അയൽവാസിയായ ജൂതന് കൊടുക്കാനാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു കൽപ്പിച്ചത്. ഇതെന്താണ് അർത്ഥമാക്കുന്നത്? അതാണ് അൻ തബറൂഹും, അവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം അത് സമാധാനത്തിന്റെ ബന്ധമാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്തു കൊടുക്കുന്നത് അള്ളാഹു വിലക്കുന്നില്ല എന്നല്ല, അത് ദീനിന്റെ മഖാസിദുകളിൽപ്പെട്ടതാണ്, ദീനിന്റെ മത്വാലിബുകളിൽപ്പെട്ടതാണ്. അയൽവാസിയോടുള്ള ആ കടമ, അയൽവാസിക്ക് കൊടുക്കേണ്ടതായ ആ കടമ അത് നിറവേറ്റാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തന്റെ പരിചാരകനെ ഉപദേശിച്ചത് ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ മൂന്ന് മസ്അലകൾ. ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ള കാര്യം, ഇതിൽ നിന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇനി പോകുന്ന കാര്യം നമുക്ക് നോക്കാം. ഇഅ്ലം അർശദകല്ലാഹു ലിത്വാഅതിഹി أن الحنيفية ملة إبراهيم أن تعبد الله وحده مخلصا له الدين وبذلك أمر الله جميع الناس وخلقهم لها كما قال تعالى وما خلقت الجن والإنس إلا ليعبدون. ومعنى يعبدون يوحدون، وأعظم ما أمر الله به التوحيد وهو إفراد الله بالعبادة، وأعظم ما نهى عنه الشرك وهو دعوة غيره معه
والدليل قوله تعالى واعبدوا الله ولا تشركوا به شيئا. ഇഅ്ലം, നീ ശരിയായ അറിവ് നേടണം. ശരിയായ അറിവ് നേരത്തെ പറഞ്ഞു, ഇദ്റാഖു ശൈഇ അലാ മാ ഹുവ അലൈഹി ഇദ്റാഖൻ ജാസിമൻ. ഒരു കാര്യം യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഉള്ളത് ആ രൂപത്തിൽ തന്നെ ഗ്രഹിക്കണം, അത് സുദൃഢമായി തന്നെ മനസ്സിലുറപ്പിക്കണം. അതാണ് ഇൽമ്. അപ്പൊ കാര്യം തെറ്റാതെ നേരായ രൂപത്തിൽ വളരെ സുദൃഢമായി നീ മനസ്സിലുറപ്പിക്കണം. എന്താണ് പറയുന്നത്? അർശദകല്ലാഹു ലിത്വാഅതിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് റുഷ്ദ് നൽകട്ടെ. അർശദകല്ലാഹ്, അല്ലാഹു നിനക്ക് റുഷ്ദ് നൽകട്ടെ. ലിത്വാഅതിഹി, അവന് വഴിപ്പെടാൻ. എന്താണ് റുഷ്ദ്, എന്താണ് ത്വാഅത്ത്? അതിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അർ-റുഷ്ദു, റുഷ്ദ് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിഖാമത്തു അലാ ത്വരീഖിൽ ഹഖ്, അൽ ഇസ്തിഖാമത്തു അലാ ത്വരീഖിൽ ഹഖ്, ഹക്കിന്റെ മാർഗത്തിൽ, സത്യത്തിന്റെ മാർഗത്തിൽ വളരെ ശരിയായി സ്ട്രൈറ്റായി നിലകൊള്ളുന്നതിനാണ് റുഷ്ദ് എന്ന് പറയാം. അപ്പൊ ഹക്കിന്റെ മാർഗത്തിൽ ശരിയായി നിലകൊള്ളാൻ അള്ളാഹു നിന്നെ സഹായിക്കട്ടെ എന്നായി. അർശദകല്ലാഹ്, അള്ളാഹു നിനക്ക് സത്യത്തിന്റെ മാർഗത്തിൽ വളരെ ഉറച്ചു നിൽക്കാൻ, ശരിയായ നിനക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ അള്ളാഹു നിനക്ക് തൗഫീഖ് നൽകട്ടെ. എന്താണ് അള്ളാഹു നിനക്ക് റുഷ്ദ് നൽകേണ്ടത്? ലിത്വാഅതിഹി, അവനുള്ള അനുസരണത്തിന്. ത്വാഅത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുവാഫഖത്തു മുറാദില്ലാഹി ഫിഅലൻ ലിൽ മഅ്മൂർ വതർക്കൻ ലിൽ മഹ്ലൂർ. അള്ളാഹു എന്താണോ താല്പര്യപ്പെടുന്നത്, അള്ളാഹുവിന്റെ ഹിതം, മുറാദ്, അള്ളാഹുവിന്റെ ഹിതം, അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിന് അനുസൃതമായി നമ്മൾ നിലകൊള്ളണം. മുവാഫഖത്ത് എന്ന് പറഞ്ഞാൽ അതിന് അനുസൃതമായി നമ്മൾ നിലകൊള്ളണം. ഏതിന് അനുസൃതമായി? മുറാദില്ല, അള്ളാഹുവിന്റെ ഹിതത്തിന്, അള്ളാഹുവിന്റെ ഹിതത്തിന് അനുസൃതമായി നമ്മൾ നിലകൊള്ളണം. എങ്ങനെയാണ് അള്ളാഹിന്റെ ഹിതത്തിന് നമ്മൾ അള്ളാഹുവിന്റെ ഹിതത്തിന്, അവന്റെ ഉദ്ദേശത്തിന് അനുസരിച്ച് ജീവിക്കുന്നത്? ഫിഅലൻ ലിൽ മഅ്മൂർ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും, വതർക്കൻ ലിൽ മഹ്ലൂർ, അവൻ വിലക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും. വിലക്കപ്പെട്ട കാര്യങ്ങൾ വർദ്ധിച്ചും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് അനുസരിച്ചും അള്ളാഹുവിന്റെ ഹിതാനുസാരികളായി, അവന്റെ ഹിതത്തിന് യോജിച്ചവരായി നിൽക്കുന്നതാണ് ത്വാഅത്തുല്ലാഹ്, അള്ളാഹ്ക്ക് വഴിപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിന് വഴിപ്പെടാനുള്ള ഒരു റുഷ്ദ്, ആ സത്യമാർഗം അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നിനക്ക് നൽകട്ടെ. ഇതാണ് മുസന്നിഫ് റഹിമഹുല്ലാ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നൽകിയിട്ടുള്ള പ്രാർത്ഥന. ഇഅ്ലം, നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥന, ഒരു ദുആ. അള്ളാഹിനോട് പറഞ്ഞു, അർശദകല്ലാഹ് ലിത്വാഅതിഹി, അള്ളാഹു നിനക്ക് റുഷ്ദ് നൽകട്ടെ, സത്യത്തിന്റെ മാർഗത്തിൽ കൃത്യമായി നിലകൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു നിനക്ക് നൽകട്ടെ. അത് തന്നെയും ലിത്വാഅതിഹി, അള്ളാഹുവിന്റെ ഹിതാനുസാരിയായി അവൻ കൽപ്പിച്ചതെല്ലാം ചെയ്തും അവൻ വിലക്കിയതെല്ലാം വർദ്ധിച്ചും ജീവിക്കാൻ അള്ളാഹു നിനക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പറയുന്നു, അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹീം അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഹനീഫിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മില്ലത്തു ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ മില്ലത്തായിട്ടുള്ള ഹനീഫിയത്ത് എന്താണ്? എന്താണ് ഹനീഫിയത്ത് എന്നുള്ള വാക്ക് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ അൽ മില്ലത്തു അൽ മാഇലത്തു അനിശ്ശിർക്ക്, അൽ മില്ലത്തു അൽ മാഇലത്തു അനിശ്ശിർക്ക് വൽ ജാനിഹത്തു ഇലൽ ഇഖ്ലാസ്. അതിനാണ് ഹനീഫിയത്ത് എന്ന് പറയാം. അൽ മില്ലത്തു ഒരു മാർഗം, അൽ മാഇലത്തു അനിശ്ശിർക്ക് എല്ലാവിധ ശിർക്കുകളിൽ നിന്നും, ശിർക്കുകളെയും വെടിയുന്ന, അതിൽ നിന്നെല്ലാം തന്നെ തെറ്റിപ്പോരുന്ന, മാറിപ്പോരുന്ന മാർഗമാണ് ഹനീഫിയത്ത്.
എന്നിട്ട് ശിർക്കിൽ നിന്നെല്ലാം തെറ്റി ശിർക്കെല്ലാം ഒഴിവാക്കി പോരുന്നത് എങ്ങോട്ടാണ്? വൽ ജാനിഹ ഇലൽ ഇഖ്ലാസ് വൽ ജാനിഹതു ഇലൽ ഇഖ്ലാസ്. അല്ലാഹുവിന് മാത്രം ആരാധന ചെയ്യുന്ന, ഏകനായ അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് അവന് മാത്രം ആരാധന ചെയ്യുന്ന തൗഹീദിലേക്ക് വ്യക്തമായ ചായ്വ് കാണിക്കുന്ന ആ മാർഗത്തിനാണ് ഹനീഫിയ്യത്ത് എന്ന് പറയാം. ഇത് നിഷ്പക്ഷമല്ല. നിഷ്പക്ഷം എന്ന് ചില ആളുകൾ ചില വാക്ക് പറയും. ആ പക്ഷത്തുമില്ല ഈ പക്ഷത്തുമില്ല. അതല്ല ഒരു മുസ്ലിമിന്റെ വഴി. ഒരു മുസ്ലിമിന്റെ വഴി സത്യത്തിന്റെ പക്ഷത്താണ് നിൽക്കുക, അള്ളാഹുവിന്റെ പക്ഷത്താണ് നിൽക്കുക. അള്ളാഹുവിന്റെ മാത്രം ആരാധ്യത അഥവാ ഇഖ്ലാസുൽ ഇബാദത്തിലില്ല, ആ സത്യത്തിന്റെ പക്ഷത്തേക്കാണ് അവൻ ചായുക. ശിർക്കിന്റെ എല്ലാ വഴികളെയും ശിർക്കിന്റെ എല്ലാ മാർഗങ്ങളെയും അയാൾ ഒഴിവാക്കി പോരുന്നവനാണ്. എല്ലാ വഴികളും അവൻ ഒഴിവാക്കി പോരുന്നതാണ്. അതുകൊണ്ട് ഹനീഫിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് മില്ലത്ത് ഇബ്രാഹിമാണ്. അത് അൻതഅബ്ദുല്ലാഹ വഹദ, അൻതഅബ്ദുല്ലാഹ വഹദ, അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കലാണ്. മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീൻ അവന് മാത്രമായിക്കൊണ്ട്. ഇൻഷാ അല്ലാഹ് മില്ലത്ത് ഇബ്രാഹിം അഥവാ ഹനീഫിയ്യത്ത് എന്ത്, അതിന്റെ താല്പര്യം എന്ത് എന്നത് നാളെ നമുക്ക് പറയാം. വബിഹാദൽ ഖദ്ർ അക്തഫിൽ യൗം وأسأل الله العظيم رب العرش العظيم أن يتوفانا جميعا في الدنيا والآخرة إنه على كل شيء قدير. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.